അപ്പം പലപ്പോഴും ഈ സ്വാർത്ഥതയുടെ ലോകത്ത് ഒരു ഗുണവും ഇല്ലാത്ത പിള്ളേരെയൊക്കെ തമ്പുരാൻ അങ്ങ് പണിതാൽ അവർ തഴച്ചു വരുന്ന തൈ പോലെയായി കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറും. ഒലിവ് തൈകൾ അങ്ങനെയല്ല. ഇറ്റ്സ് സംതിങ് സമ്മൺ എൽസ്, മാൻ ഫോർ അതർ എന്നൊക്കെ പറയുന്ന പോലെ സ്വാർത്ഥതയുടെ ലോകത്ത് ജീവിക്കുന്ന വീടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും സഭയെക്കുറിച്ചും ഒരു വിചാരമില്ലാത്ത മക്കൾക്കൊക്കെ ദൈവം ഒരു ഒലിവ് തൈ ആകാൻ ഒത്തെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ പ്രയോജനമുള്ളതായിട്ട് മാറും. ഇന്ന് അപ്രയോജനമെന്ന് കരുതുന്നതിനെ 2026 കർത്താവ് വീടിനും സഭയ്ക്കും പ്രയോജനമുള്ള മക്കളായി മാറ്റും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 2026 നമ്മൾ തയ്യാറായാൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ദൈവം മൂലത്തൂണുകൾ പോലെ ആക്കും, ആൺകുട്ടികളെ ദൈവം ബലപ്പെടുത്തും. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, മക്കൾക്കായി എല്ലാവരും പ്രാർത്ഥിച്ചേ. 2026 കുഞ്ഞുങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റും. നിൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം. ഈ വാക്യം ഉറക്കെ പറയണം. നിൻ്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരും തൈ പോലെ, നിൻ്റെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തൂണ് പോലെ. പുതുവർഷത്തിൽ ഞാൻ നിങ്ങളെ നോക്കി എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന എൻ്റെ ദൈവദാസന്മാരുമായിട്ട് ഞാൻ ഇരുന്ന് ഡിസ്കസ് ചെയ്ത എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ച വെളിച്ചം പറയട്ടെ. ഇന്ന് ഭാരപ്പെടുന്ന മക്കളെ പണിതെടുക്കുന്ന ഒരു വർഷമായി 2026 മാറും. കുറിച്ചിട്ടോ. നിങ്ങൾക്ക് പ്രയോജനമില്ലെന്ന് ചിന്തിക്കുന്ന മക്കളെ പ്രയോജനപ്രദമാക്കുവാൻ, ഇവളെങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുമെന്ന് ചിന്തിക്കുന്ന മക്കളെ ബലപ്പെടുത്തി, പക്വതപ്പെടുത്തി, ധൈര്യപ്പെടുത്തി ഒരുക്കുന്ന വർഷമാക്കി. അതാരൊരുക്കും? പരിശുദ്ധാത്മാവ് ഒരുക്കും. ഞാൻ പ്രവർത്തിച്ചാൽ ആര് തടയും? ഞാൻ മാറ്റിയാൽ, ട്രാൻസ്ഫോം ചെയ്താൽ ആർക്കതിനെ മാറ്റാൻ കഴിയും? എൻ്റെ ദൈവം ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ദൈവമാണെങ്കിൽ 2026 വിൽ ബി ദ ഇയർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. വിശുദ്ധീകരണത്തിൻ്റെ വർഷമായി, ട്രാൻസ്ഫോം ചെയ്യുന്ന വർഷമായി, പ്രയോജനരഹിതമായതിനെ പ്രയോജനമുള്ളതാക്കി മാറ്റുന്ന, മാനസിക ബലം കുറഞ്ഞതിനെ, ഒന്നിനും കൊള്ളാത്തതിനെ ധൈര്യപ്പെടുത്തുന്ന വർഷമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിച്ച് കരങ്ങളടിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ